ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ്. നമുക്ക് ഏത് ടൈപ്പ് ഫിഷിലും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മളിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 3/4 കിലോ മാന്തളാണ് കേട്ടോ. നമ്മളിപ്പം ഇതിന് മാന്തൾ എന്നാണ് പറയാറുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3/4 കിലോ അത്യാവശ്യം കുറച്ച് സൈസ് ആയിട്ടുള്ള മാന്തളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ട് വശവും കുറച്ച് ആഴത്തിൽ തന്നെ നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക. നമ്മളതിൽ പുരട്ടി വെക്കാൻ പോകുന്ന മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വേണ്ടത് ഈ ഒരു സൈസിലുള്ള 3 ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടെ വേണം. കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് വേണം. കുരുമുളക് നന്നായി ഫൈനായിട്ട് പൊടിച്ച് ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ എടുത്തിട്ട് പൊടിച്ചെടുക്കൂലേ, കുറച്ചിങ്ങനെ തരിയോട് കൂടിയിട്ട്, അതാണ് വേണ്ടത്. ഇത്രയും ഐറ്റംസ് നമുക്ക് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും ഇത്രയും ചേർക്കുക. ഇതിൻ്റെ കൂടെ ഇനി നമ്മളിപ്പം കുരുമുളകിൻ്റെ അത് ചേർക്കുന്നില്ല കേട്ടോ, അത് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം സുർക്ക, അതായത് നമ്മുടെ വൈറ്റ് വിനീഗർ കൂടെ ചേർക്കണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മളിതിലിപ്പം എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി മുളക് പൊടി ഒരു 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള മുഴുവനായിട്ടുള്ള കുരുമുളക് നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും മണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പം 1 ടേബിൾ സ്പൂൺ ആണ്. അത് മുഴുവനായിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ എരിവുള്ള മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു കുരുമുളകിൻ്റെ എരിവാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഒരു 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോർ കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പുട്ടിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ഒരു 1 ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷിലേക്ക് പുരട്ടി വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൽ നല്ല പോലെ തന്നെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഫിഷ് ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ എടുക്കുന്ന മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/4 മണിക്കൂറെങ്കിലൊക്കെ ഒന്ന് വെച്ചിരുന്നാലാണ് നമ്മളത് ഫ്രൈ ചെയ്തിട്ട് വരികയാണെങ്കിലും ഗ്രില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് മസാല ഒന്നും പിടിച്ചിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. എല്ലാം കൂടെ നന്നായിട്ട് നമ്മളിവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ മസാല തേച്ച് വെച്ചിട്ട് 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ടല്ല നമ്മൾ ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഫിഷിൻ്റെ 2 ഭാഗവും ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ലേ, ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷിനെ ഈ ഒരു പാനിൽ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക ചൂടായിട്ടുള്ള ഓയിലിലേക്ക്. ഒരു ബാച്ച് ഫിഷ് പീസസ് നമ്മളിതുപോലെ പാനിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒത്തിരി വലിയ ഫ്ലെയിമിൽ നിന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചും മാറിയിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ നമ്മുടെ ഈ ഫിഷ് മസാലയ്ക്ക് നമ്മൾ ആ ചേർത്തിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്കിന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു മസാലയിൽ നിന്നും കുറച്ച് മസാല എടുത്തിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്.
ഇത് കുറച്ച് സമയം ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മസാല നന്നായിട്ട് ഫിഷിൽ പിടിച്ചിരിക്കും. ഫസ്റ്റ് ബാച്ച് ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള പീസസ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, മാത്രമല്ല കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ കറിവേപ്പിലയും മലയിലയും എല്ലാം കൂടെ ചേർത്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു വിനീഗറിൻ്റെ പുളിയും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. അതുമാത്രമല്ല നമ്മൾ ഈ എടുക്കുന്ന മസാല നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷിലേക്കാണ് പുരട്ടുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.